ഈ സമയം ഇപ്പൊ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ ഭയങ്കര പാട്. നമ്മളിങ്ങനെ വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇരുന്നിട്ടുള്ള ശീലമല്ലല്ലോ. പിന്നെ ഒരു നിവൃത്തി ഇല്ലാണ്ട് ഞാൻ ഇരുന്നതാ, അല്ലെങ്കിൽ ഇരിക്കൂല. എനിക്ക് പ്രശ്നമാണ്. നമ്മുടെ സ്റ്റൗവിന് എന്തോ ഒരു കുഴപ്പമുണ്ട്. ആകെ ഒരു പെണ്ണിനെ പോയി കണ്ടു. അത് ഞാനിങ്ങനെ പോയപ്പോഴേ അതെങ്ങനെ ഇരിക്കാന്നറിയോ? ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറയും. സൺസെറ്റ് ഇപ്പോൾ പോകും. എടുക്ക് വീഡിയോ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ എല്ലാവർക്കും നമസ്കാരം. പിന്നെ നമ്മൾ കുറച്ച് ദിവസത്തെ റെസ്റ്റൊക്കെ കഴിഞ്ഞിപ്പോൾ ഇറങ്ങിയതാണ്. ചെറിയൊരു പ്രശ്നങ്ങളായിരുന്നു വയറിൽ. ഈ രണ്ട് സൈഡിൽ ഇങ്ങനെ ഒരു ഓപ്പറേഷൻ ചെയ്തിട്ട് ഒക്കെ സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. റെസ്റ്റാണ്, റെസ്റ്റ് പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ ഇക്ക അടങ്ങിയിരിക്കുന്നില്ല. എന്താ ചെയ്യാ? അടങ്ങിയിരിക്കണമെന്നില്ല എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല കേട്ടോ. നമുക്ക് വീഡിയോ എടുക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വലിയ കുഴപ്പമില്ല. എങ്കിലും വെയിറ്റ് എടുക്കാൻ പാടില്ല, അങ്ങനെ കുനിയാൻ പാടില്ല, അങ്ങനെയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ചെറിയ വേദനയുണ്ട്, സ്റ്റിച്ച് എടുത്തതിൻ്റെ ഒരു വേദനയൊക്കെ ഉണ്ട്. എങ്കിലും നമ്മൾ വീഡിയോ എടുക്കണമെന്നല്ലോ എന്നുള്ള ആ ഒരു സെറ്റപ്പിൽ വന്നതാണ്. വീഡിയോ എടുക്കാനായിട്ടേ ഭയങ്കര ഇടങ്ങേറ്. നമുക്ക് ഈ കമൻറ്റുകളൊക്കെ ഇങ്ങനെ കാണുമ്പോഴേ, പിന്നെ പഴയ വീഡിയോ ഒക്കെ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് മനസ്സിനൊരു വിഷമം, നമുക്ക് ഇറങ്ങി ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ എന്തായാലും നമ്മളിന്ന് ഇവിടെ വന്നു. പിന്നെ ഇവിടെ തന്നെ ടെൻ്റ് അടിച്ച് ക്യാമ്പ് ചെയ്യല്ലേ? സെറ്റ് ടെൻ്റ് സെറ്റാക്കല്ലേ? ഏതാ? സൺസെറ്റ് കഴിയാറായി, കാണിച്ചു തരാട്ടാ. പിന്നെ സൺസെറ്റ് കഴിയാറായി. എന്തായാലും നമ്മൾ കുറച്ച് നമുക്ക് കിട്ടിയില്ലേ? ഇവിടെ ഇരിക്കാം അല്ലേ? പോരെ? ഇവിടെ നിറയെ താമര ആമ്പലൊക്കെ ഉണ്ടിക്കാ. അവിടേക്കൊക്കെ നോക്ക്, എന്തോരം നോക്ക്. താമര ആമ്പലൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. പക്ഷെ പറിക്കാൻ പറ്റില്ല. മാത്രല്ല കൊളക്കോഴീനെ കണ്ടങ്ങള്. കൊളക്കോഴി അല്ലത്. ഇവിടെ ഒരു സൈസേ ഒരു കൊളക്കോഴി പോലെ. കൊളക്കോഴി അല്ലത്, കോഴിയാണിത്. അതാ ഇപ്പൊ നേരത്തെ ഇവിടെ നിന്നിരുന്നല്ലോ. കൊളക്കോഴി അല്ല, കൊളക്കോഴിന്റെ വേറെ ഒരു സാധനം അത്. ഞാൻ കിട്ടുമോ അവിടെ? നമുക്ക് ഷൂട്ട് ചെയ്യാൻ കിട്ടുമോ? ഞാൻ പണ്ട് ഞാനും ആശാനും കൂടി വന്ന് ക്യാമ്പ് ചെയ്ത സ്ഥലം കേട്ടോ, കുറച്ച് അപ്പുറത്തോട്ട്. ഞാൻ അന്ന് കാണിച്ചിരുന്നത് എന്തോ ഒരു പക്ഷി, ഒരു റെഡ്, ഒരു ചുവന്ന തല, ഇവിടെയൊക്കെ ഒരു ചുവന്ന പൂവൊക്കെ ആയിട്ട്. നമുക്ക് നോക്കാം, അത് കിട്ടുമോ നോക്കാം. നമുക്കിത് ഇങ്ങോട്ട് തിരിച്ചു നോക്കാം അല്ലേ? പിടിക്ക്. അങ്ങനെ പറയാ. ആ കാല് ഒന്ന് ഇങ്ങനെ വൈഡാക്ക്. സെറ്റ്. ഓക്കെ അല്ലേ? ഇത് നമ്മുടെ പാച്ചുവിന്റെ ടേബിളാണ് കേട്ടോ. കണ്ടിട്ടില്ല അതെടുത്തിട്ട് വരുന്നത്. പാച്ചുവിന്റെ ടേബിള്. എന്താ ഇതൊക്കെ വേണ്ട? ഇതിനകത്ത് വെച്ചോട്ടെ. ഇതിനകത്ത് നീ മാറ്റ് ഇവിടെ വിരിച്ചോ. നമ്മുടെ ഫുഡിനുള്ള സാധനങ്ങളൊക്കെ അവിടെ. കത്തിയൊക്കെ എവിടെക്കാ? കത്തി ഇതിലുണ്ടാവും. നോക്കട്ടെ. ഇന്ന് നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്നറിയോ? ഇതാ കപ്പയും മീൻകറിയും ആണ് കേട്ടോ. ആരോടാ? പ്രേക്ഷകരോട്. ആഹാ, പഠിച്ചുട്ടോ, എല്ലാം പഠിച്ചു വരുന്നുണ്ട്. കപ്പയും മീൻകറിയും ആണ് കേട്ടോ.
എല്ലാത്തിനും ഒരു ടോയ് ഉണ്ടല്ലേ. കഴിഞ്ഞ വട്ടം നീ ഒരു ടോ ഉണ്ടല്ലോ, നീ എല്ലാത്തിനും ഒരു ടോ ഉണ്ട് അല്ലേ. ഞാൻ പോവുക കേട്ടോ, ഇന്ന് മീൻകറി കേട്ടോ. ചിലപ്പോ ആ ടോയില് ഞാൻ സെറ്റ് ആവും. ടോയില് വിള ക്ലിക്കാവും. ഞാൻ നന്നാക്കാം. നീ നന്നാക്കല്ലേ, ഞാൻ ഒരു വർഷം കാലത്ത് കഴിക്കാനാ. നീ തന്നെ നന്നാക്കിക്കോ, അതിനല്ലേ നിന്നെ കൊണ്ടുവന്ന. എനിക്ക് വയ്യാത്തല്ലേ അല്ലേ. അമ്മേ ഒരിക്കലും ഇങ്ങനെ പിടിച്ച് തിന്നരുത്, ഇത് കണ്ണ് കുത്തിയെങ്കിലും. അപ്പൊ ഇങ്ങനെയല്ലല്ലോ തിന്നണേ, ഇങ്ങനെയല്ലേ തിന്നണേ. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഈ കത്തി ഇവിടെ വെച്ചിട്ടല്ലേ ഇത് തിന്നണ്ടേ. ഒക്കെ വേണ്ടാത്ത ചെയ്യണേ. ഈ കത്തി പറ്റില്ലക്കാ, ഞാൻ പറഞ്ഞതല്ലേ വീട്ടിൽ നിന്ന് വേറെ ഒരു കത്തി എടുക്കാൻ. എൻ്റെ അമ്മ കത്തിക്കൊന്നും ഒരു കുഴപ്പമില്ല. പിന്നെന്താ ഇതിങ്ങനെ? ഞാനിപ്പോ സെറ്റാക്കി തരണോ? വേണ്ട. മീൻ എവിടെ? ഒന്ന് വേഗം റെഡി ആക്കുവോ? ഇത് റെഡി ആവട്ടെ. ഈ കത്തി നന്നല്ല കണ്ടോ. എന്നിങ്ങനെ നീ അടക്കം ഇങ്ങനെ ഇളകണത്. ഇത് മുറിയണ്ടേ പിന്നെ. എൻ്റെ അമ്മ അതുണ്ടോ? നോക്ക്, അത് കൊക്കളാ. അതാ ഹായ് 3 എണ്ണം നല്ല ഷൂട്ട് ചെയ്താ കിട്ടൂല. അതാ പോണേ. ഇവര് ഓരോരുത്തരും ഓരോ സെറ്റ് ആയിരിക്കും അല്ലേ. എന്ത് രസാ. ലൈറ്റ് എത്തിച്ചോക്കട്ടെ. നമ്മുടെ ഈ ലൈറ്റ് ഇവിടെ തൊട്ടിട്ടാലോ അല്ലേ? ആ ലൈറ്റ് എടുക്ക്, ഇവിടെ തൂക്കിട്ടാ പോരെ. ഞാൻ അത് കഴിയുമ്പോഴത്തേക്കും ഇക്ക ഗ്യാസൊക്കെ സെറ്റാക്ക്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഫുഡ് ഉണ്ടാക്കാനുള്ള പരിപാടി തുടങ്ങുകയാണ്. ഇന്ന് ഇവിടെ സ്പെഷ്യലാണ്, കപ്പ പുഴുങ്ങിയതും മീൻകറിയാണ്. നല്ല പൊടിയുള്ള കപ്പയും തോന്നുന്നു. പൊടിയുള്ള കപ്പ കുഞ്ഞെന്തയ്യ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിന് പിന്നെയും തുടങ്ങിയല്ലോടി സൂക്കേട്. നമുക്കിത് എന്തായാലും മാറ്റണം അല്ലേ. പക്ഷെ എന്തൊരു കഷ്ടം. എന്താ പറ്റിയേന്? സ്റ്റവ് റെഡി ആയേക്കാം. ഓ എന്നാ വാ വെച്ചോ. നമ്മുടെ സ്റ്റവിന് എന്തോ ഒരു കംപ്ലൈന്റ് ഉണ്ട്, അതൊന്ന് ശരിയാക്കി എടുക്കണം. വെച്ചോ, വെള്ളം എടുക്കട്ടെ. വെള്ളം ഇതിൽ ഒഴിച്ചിട്ടുണ്ടല്ലോ. വെള്ളം ഒഴിച്ചാ? ആ എന്നാ വെച്ചോ, ഞാൻ കത്തിച്ചേട്ടെ. നമ്മുടെ സ്റ്റവിന് എന്തോ ഒരു കുഴപ്പമുണ്ട്. എന്താ ചെയ്യാ? മാറ്റണം. ഇത് അടച്ചിട്ട് വെക്ക്, അടച്ചിട്ട് വെക്കടി. ഞാൻ അതിന്റെ മേളിൽ വെച്ച് അടയ്ക്കുന്നതിനാ, താഴെ വെച്ച് അടച്ചൂടെ? പോരെ, ലൈറ്റ് പോരെ? നല്ല വിളിച്ചുണ്ട്. ഇനി മീൻകറി വെക്കാനേ വെളുത്തുള്ളി ഇഞ്ചി. ഞാനെന്താ ചെയ്യണ്ടേ? ഒന്നും ചെയ്യണ്ട. ഞാൻ എന്തെങ്കിലും ചെയ്തു തരാ. വേണ്ടേ, നിങ്ങളൊന്നും ചെയ്യണ്ട. നിങ്ങൾ അവിടെ ഇരുന്നോ. ഞങ്ങക്ക് റെസ്റ്റ് പറഞ്ഞല്ലേ. റെസ്റ്റ് പറഞ്ഞാണ്. ഇങ്ങനെയൊക്കെ ഇരിക്കാൻ വലിയ പാടാണ്. വലിയ കുഴപ്പമില്ല. വേനുണ്ട്, ശരിയാവുന്നുണ്ട്. ആ മരുന്ന് വെച്ചോ?
മരുന്ന് എന്റെ കയ്യിലല്ലേ? മരുന്ന് എന്റെ ബാഗിലുണ്ട്. മരുന്നൊക്കെ ബാഗിൽ കൊണ്ടെടുക്കാട്ടാ. എവിടുന്ന പിടി കിട്ടണ വെച്ചാ അവിടുന്ന് തേച്ചെടുക്കാൻ വേണ്ടിട്ടേ. കൊണ്ട ഞാൻ വെട്ടിത്തരാം വേഗം. ഞാൻ മുറിച്ചോണ്ടേ. ഞാൻ വെട്ടിത്തരാടി. എന്നാ വെട്ടി. വേഗം ഞാൻ വെട്ടിത്തരീ. കട്ടിംഗ് ബോർഡ് ഇവിടെ ഉണ്ടായിരുന്നല്ലോ ഇത്രയും നേരം. കഴുകണം. ഇതിങ്ങനെ വെള്ളം ചെലവാക്കി കഴിഞ്ഞാല് ഈ കത്തി പറ്റില്ലടി. ഈ പാത്രം വേണ്ട. എന്തൊക്കെ വെച്ചേക്കണ? ഇതിൽ വെച്ചേരി. ഇതിൽ വെച്ചേരി പോവൂലേ. ഇതേ എന്താ സൗണ്ട് കേൾക്കണേ? സൗണ്ട് കേൾക്കണ അവിടെ വെള്ളം അടിക്കണ്ടാവും. കാപ്പിയൊക്കെ നനയ്ക്കാന് മോട്ടർ, മറ്റേ ഡീസൽ മോട്ടറില്ലേ പണ്ടത്തെ, അത് ഡാമിന്ന് വെള്ളം അടിച്ച് നനയ്ക്കായിരിക്കും. ഇതൊക്കെ ഇത്ര ചെറിയ വിസില്. ചെറിയ വിസില നിറച്ച സാധനം ഉണ്ടാവും. ഇതിങ്ങനെ വിസിൽ വരുന്നത് എനിക്കൊരു ഐഡിയ അല്ല. ഇതിപ്പോ വെന്തുണ്ടാവും. ഇറക്കിക്കോ. ഇറക്കട്ടെ? ഞാൻ ഇറക്കാം. നിനക്ക് വേണ്ട വേണ്ട. എന്താ ഒന്നും ആയിട്ടല്ല. ഇത് കരിയുന്നേ. അതാണ്. ഇതിടട്ടെ? ആ കേട്ടോ. സീ കുറയ്ക്കണം. സ്പൂണവിടെ? സ്പൂണ് ഞാൻ ഏതിലോ കണ്ടായിരുന്നു. ഒന്ന് കഴുകണം. എവിടെ? പിന്നെ ഇഞ്ചി അരിയട്ടെ. ഇത് പിടിക്കാനൊരു തുണി കഷ്ണം വേണല്ലോ. അയ്യോ, വണ്ടിയിലും ഇല്ലല്ലേ? വണ്ടിയിലും ഇല്ലല്ലോ. വണ്ടിയിലുണ്ടെന്ന് തോന്നുന്നു. നോട്ടെ. നമുക്കൊരു ഈ തടത്തുണി പറഞ്ഞൊരു തുണി വേണ്ട. ആ ഒരു ഫ്ലിക്കർ പോലെ. ഫ്ലിക്കർ എന്തായാലും പ്ലക്കർ. ഫ്ലിക്കറാ? ഫ്ലിക്കർ എന്ത് ഫ്ലിക്കർ? എനിക്ക് അറിയില്ലല്ലോ. ആസിയേ, വെളുത്തുള്ളി ഇഞ്ചി അത് ഇടാം. അപ്പൊ നമ്മള് വെളുത്തുള്ളി ഇഞ്ചി ഇട്ടു. പിന്നെന്താ? സവാളയും പച്ചമുളകും ഇട്ടു. വെളുത്തുള്ളി ഇഞ്ചി ഇട്ടു. ഇനി എന്താ? കുറച്ച് ഉപ്പ് ഇട്ടു. ഇനി എന്താ വേണ്ടേ? പിടിക്കാനുള്ള തുണി വേണം അല്ലേ? ഞാൻ മീൻ കഴുകിയാലോ? തുണി കിട്ടിയോ? ഇതെന്ത് മീനടി? ചൂരക്കറിയും ചീനി പുഴുങ്ങിയതും. ഇഷ്ടല്ലേ? ഇഷ്ടാണ്. നീ എന്തുണ്ടാക്കി തന്നാലും എനിക്ക് ഇഷ്ടാടി. കഴിക്കാം. ഈ ലൈറ്റ് ഇവിടെ നോക്കിയാലോ? എവിടെ വെച്ചിട്ട് ഒരു തൃപ്തി ആവണില്ല. എന്താ ചെയ്യാ? അല്ല, എനിക്കൊരു ഇത് കിട്ടില്ല. അതൊരു ഐഡിയ കിട്ടില്ല. എവിടെ വെക്കുക? ഞാനേ ഇത് മീൻ കഴുകട്ടെ. ഇതൊന്ന് ഇളക്ക്. അല്ല, അത്ര എടുത്ത് വെക്കണ്ട. ഇളക്കോ? ഞാൻ മീൻ കഴുകിട്ട് വരാം. തീ അങ്ങ് കുറച്ചിട്ടാ പോരടി. തീ കുറച്ചോ. പിന്നെ ഈ മീൻ ഇങ്ങനെ ആയതുകൊണ്ട് വല്ലാതെ ഒന്നും ഉണ്ടാക്കാനൊന്നുമില്ല. ഇത് കരിയുന്നുണ്ടീ. ഞാൻ റെഡി ആക്കാം. അങ്ങോട്ട് ഇക്കപ്പുറത്തോട്ടിരുന്നു. ഇത് കുറച്ചുകൂടി കുറക്കാൻ പറ്റിയേക്കാ? നീ എന്തിനാ കുറയ്ക്കണേ? നല്ലോണം ഇല്ല. ഓഫായാലോ? വേണ്ട, ഞാനല്ല കുറയ്ക്കാം. അതിൽ കൂടുതൽ കുറയ്ക്കാനൊന്നും പറ്റില്ല. ഈ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒന്നും ഇല്ലാത്തോണ്ട് ഇത് കുറച്ച് തോന്നിടണ്ടേ? എന്താ ഈ മസാല? ഫിഷ് മസാല. കേട്ടോ, തീ കത്തിച്ചാലോ? തീ കത്തിക്കണം. ഈച്ച കുറച്ച് കുറയും ചിലപ്പോ. നമ്മളെ തക്കാളി ഇടാം. ചില്ലി സോസ് കുറച്ച് ഒഴിക്കട്ടെ. ഊറ്റ്. ഇങ്ങനെ ഊറ്റി മൂടി തിരിച്ചു പിടിക്കും. അങ്ങനെ പറ്റുമോ? അങ്ങനെ
കുറച്ച് ഇത്തിരി അങ്ങോട്ട് നീക്കി ഒഴിച്ചേക്കാം. ആ അല്ല ഞാൻ ഇങ്ങനെ പോരേന്ന് ചോദിച്ചോ. ഇതില് വെള്ളമൊന്നുമില്ലല്ലോ. ഇല്ലേ? നോക്ക്, വെള്ളം ഉണ്ടാവും. എവിടെ? അതാ വരുന്നേ. തിരിയല്ലേ ഉള്ളൂ. ഇതില് വെള്ളമൊന്നുമില്ലടി. നല്ല വെന്ത്. ആഹാ, അടിപൊളിയായിട്ടുണ്ട്. സെറ്റ് ആയിക്കും. ഈ മീൻകറി എന്താവോ? മീൻകറി സെറ്റാവൂലേ? സെറ്റാവും. ഒഴിക്കട്ടെ? മുഴുവൻ ഒഴിക്കണ്ട, കുറച്ച് ഒഴിച്ചിട്ട് നോക്കി. ഇതിലിതാ പൊടി. അയ്യോ, എന്നാ കളി. ഈച്ച, പ്രാണി. ഏതെന്ത് പ്രാണിയത്? പക്ഷെ ഈച്ചക്കറി ആവൂടി. ആ തീയം കത്തിച്ചാലോ? ആ, എന്നാ വെള്ളം ഒഴിക്കട്ടെ? നീ ഒഴിച്ചോ. തീ കത്തിച്ചാൽ ഇത് പൂടി, പ്രാണി പോവും. കത്തിക്ക്. നമ്മൾ വിറകൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാട്ടോ. പഴയതുപോലെ കാട്ടിലോട്ടൊന്നും കയറി ഇറങ്ങി നടക്കാനൊന്നും വയ്യ. സുഖമില്ലാത്ത കുട്ടിയല്ലേ ഞാൻ, അതുകൊണ്ട് വീട്ടിൽ നിന്ന്. കുട്ടിയോ? ആ, അതുകൊണ്ട് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് വിറക്. കുറച്ച് കൂട്ടിയേക്കാൻ പറ്റക്ക? തീയോ? ആ, കൂട്ടണോ? ചാറ് നല്ല തിളച്ചിട്ടുണ്ട്. മീനിടാം. ചാറ് ഞങ്ങളത് നല്ലോണം തിളച്ചു. ഇനി ഞങ്ങൾ മീനിടാൻ പോവാണ്. യെസ് യെസ്, കുറേ മീനുണ്ടല്ലോ. ആ, അതുണ്ടാവില്ല. പിന്നെ കുറച്ച് മീൻ വാങ്ങിയാൽ പോരാ? ഇല്ല, ചെറിയൊരു കഷ്ണം മേടിച്ചുള്ളൂ. ഇനി നമുക്കത് മൂടി വെക്കാം. അതിനകത്ത് മൂടാൻ പറ്റില്ലേ? ഇത് വെച്ച് മൂട്. അതോ, അത് സെറ്റാ. ഇതില് ഈ തീ കുറച്ച് കുറക്കുക. ഈ കറി വെന്തുണ്ടല്ലോ. എന്താ നോക്കട്ടെ. ടേബിള് തട്ടല്ലേ? ഇതൊരു കയ്പൊക്കെ അതുണ്ടാവും. എന്ത് എങ്ങനെ ഉണ്ടാവും? എന്തോ കൂടിയല്ലേ? അതാ, ഇതാണേ മസാലപ്പൊടിന്റെ. ഈ മുളകും മഞ്ഞളും ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാ മതി. വെന്ത് തീ കുറയ്ക്കണോ? കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കട്ടെ. നമ്മുടെ മീൻകറി ഏകദേശം ഒരു പരുവായിട്ടുണ്ട്. തിന്നാൻ പറ്റുന്ന ഒരു കയ്പൊക്കെ തോന്നുന്നു. ഇനി കാപ്പി ഉണ്ടാക്കാം. ഓഫാക്കിക്കോ. അല്ല, കാപ്പി ഇതിനകത്ത് തന്നെ വെച്ചോ. അതെ, ഇറക്കട്ടെ? ഓക്കെ, ഇനി കുറച്ച് കൂട്ടട്ടെ. കാപ്പിപ്പൊടി ഇല്ലേടി? ഉണ്ടല്ലോ അല്ലേ? ഇല്ല, അതിലില്ല. അതിലുണ്ടാവും. തീയിട്ട് പീച്ച പറഞ്ഞില്ലേടി? അതിന്റെ പുക കാരണം പോയിക്കോളും. നമ്മളോടാ കളി. നമ്മളോടാ കളി. ഈച്ചയുടെ കളിയില്ലേ? വെള്ളം തിളച്ചല്ലോ. ഞാൻ പൊടി ഇടട്ടെ. എന്താ, വയറുവേദന ആകുന്നുണ്ടോ? എന്താ കിടക്കുന്നേ? ചെറിയൊരു വേദന. കുഴപ്പമില്ല, നീ അത് സെറ്റാക്ക്. എന്തായി? ആയോ? ഓ, ചെറിയൊരു വേദന ഉണ്ട്. റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് റെസ്റ്റ് എടുക്കാതെ ഇരുന്നാ എന്താ ചെയ്യാ? സാറില്ല. അപ്പോൾ ഞങ്ങളെ കപ്പ പുഴുങ്ങിയതും മീൻകറിയും റെഡി ആയിട്ടുണ്ട്. എനിക്ക് ഒരു സെറ്റായിട്ടില്ല. എനിക്ക് ചെറിയൊരു വേദന. എന്നിപ്പോൾ കുറച്ച് നാളെ പോവാനുള്ളതാ. നാളെ എന്തായാലും രാവിലെ ഹോസ്പിറ്റലിൽ പോകാനുള്ളതാണ്. നാളെ ചിലപ്പോൾ ഇതെടുക്കൂലേ, എക്സ്റേ എടുത്ത് നോക്കൂലേ?
എനിക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ പുക്കിളിൻ്റെ നമ്മളെ ഈ പുക്കിളിൻ്റെ ഈ താഴ്ഭാഗമാണ് എനിക്ക് ഓപ്ഷൻ ചെയ്ത് കേട്ടോ, ഈ ഒരു സൈഡും ഈ ഒരു സൈഡും. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഹെർണിയയുടെ വേറൊരു വേർഷൻ അല്ലേ, വേർഷനായിട്ട് ഈ ഫാറ്റ് പോലെ ഇങ്ങനെ വന്നിട്ട് അതിങ്ങനെ തള്ളി വരിക. ഒരു ഇത്ര പോകുന്ന മുഴയുണ്ടായിരുന്നു അല്ലേ, ഇത്ര പോകുന്നൊരു മുഴയുണ്ടായിരുന്നു ഈ ഒരു സൈഡ്. ഈ സൈഡ് വേദനയൊന്നുമില്ല, പക്ഷെ അതിങ്ങനെ മുളച്ച് വരിക. പിന്നെ ഈ സൈഡിൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു, പക്ഷേ സ്കാൻ ചെയ്തപ്പോൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഈ ഉള്ളിലത്തെ തൊലി പൊട്ടിയിട്ട് അതിങ്ങനെ പുറത്തോട്ട് വരുന്നതാണെന്നാണ് പറയണത്. ഹെർണിയേൻ്റെ വേറൊരു വേർഷനാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് അവിടെ ഓപ്പറേഷൻ ചെയ്തിട്ട് അത് കളഞ്ഞിട്ട് അവിടെ ഒരു സാധനം വെച്ച് അടച്ചു വെച്ചിരിക്കുകയെന്ന് പറഞ്ഞു. ഇപ്പോൾ രണ്ട് സൈഡും അപ്പോൾ അടച്ചു വെച്ച സാധനം ഞാൻ ഇളകിയിട്ടുണ്ടാവും. അപ്പോൾ ഒരുപാട് വേദന എന്ന് പറഞ്ഞാൽ വേദന നല്ലോണം അനുഭവിച്ചു കേട്ടോ. ഞാനൊരു 10-20 ദിവസം കൊണ്ട് എൻ്റെ ലൈഫിൽ ഇതുപോലെ വേദന ഞാൻ അനുഭവിച്ചിട്ടില്ല. അത്രയും വേദന അനുഭവിച്ചു അല്ലേ, കുറേ കഷ്ടപ്പെട്ട്. പക്ഷെ എന്തായാലും ഇപ്പോൾ സെറ്റായി വരുന്നുണ്ട് എന്തായാലും ഒരു. പക്ഷെ ഇന്നെന്തോ ഒരു ഇത് ഇളകി തോന്നുന്നു. ഞാൻ തന്നെ തന്നെയുണ്ട്, കുഴപ്പമില്ല, എടുത്ത് കഴിക്കും. എന്താ ഈ കപ്പയൊക്കെ കൂടി ഇങ്ങനെ തന്നെ വേണ്ട കപ്പ, ഭയങ്കരമായിട്ട് വന്നോ ഉടയണം. എല്ലാം ഉടഞ്ഞു പോയോ? അത് ഈ കുക്കറിന് എങ്ങനെ വിസിൽ എന്താന്ന് എനിക്ക് അറിയാത്തത് കൊണ്ട് ടേസ്റ്റ് ഉണ്ടാവും. അപ്പൊ ഞങ്ങളെ കപ്പതേ നല്ല അടിപൊളിയായിട്ട് ചേമ്പ് പോലെ ആയി. ഇനി മീൻകറി കൂട്ടിയിട്ട് പറയാട്ടാ. ആയി സെറ്റപ്പാണല്ലോടി. നോക്കട്ടെ, സെറ്റ് അടിപൊളിയടി, സത്യം. കഴിച്ചോക്ക് ആടി. ഈ ഏരിയ നല്ലൊരു ഏരിയയിലേക്കാ, നല്ല ഭംഗിയുള്ള. പക്ഷെ അതിന്റെ വിഷ്വൽ എടുക്കാൻ പറ്റുന്നില്ലല്ലോ. നമ്മൾ നിൽക്കുന്ന ഏരിയ നല്ല രസമുള്ളൊരു സ്ഥലം കേട്ടോ, പക്ഷെ നമുക്കത് നമ്മുടെ ക്യാമറയിൽ പകർത്താൻ പറ്റുന്നില്ല. എന്താ വെച്ചാൽ പഴയതുപോലെ ഓടിച്ചാടി എടുക്കാൻ പറ്റില്ല അതൊന്ന്. പിന്നെ എന്താ കിട്ടൂല, നമ്മുടെ ക്യാമറയിൽ കിട്ടൂല. ഡ്രോൺ ഉണ്ടെങ്കിൽ ഇങ്ങനെ കറക്കി ഇങ്ങനെ കൊണ്ടുവരാം. ഡ്രോൺ വാങ്ങാം, വെയിറ്റ് ചെയ്യേ. വാങ്ങി തരുമോ? കറി വെച്ചോ? കറി ഉണ്ടല്ലോ, കുറേ കറി ഉണ്ട്. നീ കഴിച്ചോ? കറി വെച്ചോ? നീ കഴിച്ചോ? ഇത് എൻ്റെ ഉണ്ട്. ഇതൊരു ചാറ് വെച്ചാൽ ഇവരെന്താ അത് നിർത്താത്തല്ലേ മോട്ടർ? നമ്മൾ വന്നപ്പോൾ മുതൽ ഇങ്ങനെ മോട്ടർ സ്റ്റാർട്ടാക്കി വെച്ചാട്ടോ. പണ്ടത്തെ ഡീസൽ മോട്ടറില്ലേ, അങ്ങോട്ട് കറണ്ട് കിട്ടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കാപ്പിയും തോട്ടമൊക്കെ നനയ്ക്കാൻ വേണ്ടിയിട്ടേ കുറച്ച് കാപ്പി കുടിക്കാം നമുക്ക്. പൊടി ഇല്ലേ? പൊടി കുറവല്ലോ. സാറില്ല, അത്ര മതി. നീർത്ത് കഴിക്കേ, അത്ര എരിവൊന്നുമില്ല. എന്തിനാ വലിക്കണേ? എന്നാലും എരിവുണ്ട്. ഇല്ല, ഇറച്ചിയിലും മീനിലും ഒക്കെ എരിവ് വേണം, അപ്പളാ നല്ലത്. കുറച്ചുകൂടി കപ്പട്ടെ, മതിയോ? നല്ല ചെറിയൊരു കഷ്ണം കൂടി കണ്ടോ. ഇനിയിപ്പോൾ നീ പറഞ്ഞിട്ട് നിനക്ക് വിഷമമായാലോ? എവിടുന്ന പാട്ട്? ടൂറിസ്റ്റ് ബസ് പോവാ അതില്. ഞങ്ങള് രണ്ടാളും വീട് അടുത്തടുത്താട്ടോ. അടുത്തടുത്തൊന്നല്ല, ഒരു 6 കിലോമീറ്റർ ഉണ്ടോ? നടന്നു പോകാനുള്ള ദൂരേ ഉള്ളൂ. വണ്ടിക്ക് ഓള് നടന്നു പോകും. ഞാൻ 6 കിലോമീറ്റർ ഉണ്ട്. 6 കിലോമീറ്റർ ഞാൻ നടക്കൂല. 6 കിലോമീറ്റർ അല്ല, അതിലേ ഉള്ള എളുപ്പ വഴിയില്ലേ? എളുപ്പവഴി അതിലറിയോ? ഒരു കാട്ടുകൂടി. അത് കല്യാണം കഴിഞ്ഞിട്ട് ആകെ ഒരു വട്ടം മതി. ആകെ ഒരു വട്ടം ഞാൻ അതിൽ നടന്നു പോയിട്ടുള്ളൂ. പ്രേക്ഷകര് വിചാരിക്കും നമ്മള് പ്രേമിച്ച് കെട്ടിയതാണ്. പ്രേമിച്ചെന്നല്ല, ഞാൻ എന്റെ ലൈഫിൽ ആദ്യമായിട്ടൊരു പെണ്ണിനെ കണ്ടിട്ട് കെട്ടിയതാണ് ഇപ്പൊ ഈ സാധനം. വേറെ ഒരു പെണ്ണിനെ ഞാൻ പോയി കണ്ടിട്ടില്ല. ആകെ ഒരു പെണ്ണിനെ പോയി കണ്ടു. അത് ഞാനിങ്ങനെ പോയപ്പോഴേ അതെങ്ങനെ ഇരിക്കാന്നറിയോ? ഞാൻ പറഞ്ഞുതരാം, ഞാൻ പറയും. വേണ്ട, അല്ല
ഞാനിങ്ങനെ പെണ്ണ് കാണാൻ പോയപ്പോൾ എന്താ സ്ഥിതി എന്നറിയോ, ഞാൻ എൻ്റെ കൂട്ടുകാരൻ വിനേഷ്, എൻ്റെ വീടിൻ്റെ അടുത്തുള്ളതാണ് വിനേഷ്, എൻ്റെ സുഹൃത്ത്. അപ്പോൾ ഞാനും എൻ്റെ സുഹൃത്തു കൂടിയാണ് പോയത് കേട്ടോ. പോയി കഴിഞ്ഞപ്പോൾ പെണ്ണ് കാണാനൊക്കെ പോയില്ലേ, അപ്പോൾ ഇവന് നല്ല വെളുത്തിട്ട് സുന്ദരനായി ഈ വിനേഷ്. ഇവരൊക്കെ വിചാരിച്ചു ഹൈറ്റ് ഇല്ലാത്ത ഇവൻ്റെ ഒക്കെ ഹൈറ്റ് ഉള്ള ഒരാളാണ് വിനേഷ്. അപ്പോൾ ഇവരൊക്കെ വിചാരിച്ചു വിനേഷിന് വേണ്ടിയിട്ടാണ് പെണ്ണ് കാണാൻ പോണത്. അപ്പോൾ നമ്മള് ചായ കൊണ്ട് വന്നപ്പോ വിനീഷ് ആരോ പറഞ്ഞു ആദ്യം എനിക്ക് തരാൻ പറഞ്ഞു. അപ്പോഴാണ് ഞാൻ വിനീഷേട്ടന് ചായ കൊടുത്ത് ആദ്യം. വിനീഷേട്ടനെ കണ്ടപ്പോ വിനീഷേട്ടനാണ് എനിക്ക് എന്റെ ഹൈറ്റിനും എന്റെ ഒരു ഇതിനും പറ്റുന്ന ഒരാള്. ഞാനാണ് അത്യാവശ്യം വലിയൊരു ഹൈറ്റും വെയിറ്റ് ഒക്കെ ഉള്ള ഒരാളല്ലേ. ഇവൾക്ക് ശരിക്കും നല്ല ഹൈറ്റ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയത്. സംഭവം എന്താ അറിയോ, എന്നെ ശരിക്കും പറ്റിച്ചതാ. എങ്ങനെ എന്താ സംഭവം അറിയോ, ഞാൻ പെണ്ണ് കാണാൻ പോയിരുന്നു ചായ കുടിക്കാൻ. അല്ല, ഇവളെ കാണുന്ന സമയത്ത് ഈ ഡൈനിങ് ഹാളിന്റെ അവിടെ ഈ കട്ടിലപ്പടി ഉണ്ടല്ലോ, പണ്ടൊക്കെ വാതിലിന് കട്ടിലപ്പടി ഉണ്ടാവും. ഈ കട്ടിലപ്പടിന്റെ മേളിൽ കയറി എന്നിട്ട് ഇങ്ങനെ ചിരിക്കുക. എനിക്കത് ആ ചിരി കണ്ടപ്പോ എനിക്ക് ഇഷ്ടമായിട്ടോ, എനിക്ക് ഇഷ്ടമായി. പക്ഷെ ഹൈറ്റ് എനിക്ക് പിന്നീട് എല്ലാം കല്യാണത്തിന് ആ ടൈമിലാണ് ഞാൻ ഹൈറ്റ് കുറവാണല്ലോ, ഇതൊരു ചെറിയ പെണ്ണാണല്ലോ എന്ന് വിചാരിച്ച്. എന്ത് ചെയ്യാനാ, ഇപ്പൊ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, അടിപൊളിയാട്ടോ, പാവാണ്. നമ്മളെ നല്ലോണം നോക്കും, നമുക്ക് അതാണല്ലോ വേണ്ടിയത്. അതാണ് വേണ്ടത്, നോക്കണല്ലോ. പക്ഷെ എന്തായാലും ആദ്യമായിട്ട് എടുത്ത് ചാടിയത് വല്ലാത്തൊരു ചാട്ടത്തിലായി പോയി. എനിക്ക് എത്ര നല്ല പെൺകുട്ടികളെ കിട്ടും, നല്ല ഹൈറ്റും വെയിറ്റും ഗ്ലാമറുള്ള ചെക്കനല്ലേ ഞാൻ. ചിന്തിച്ചിട്ട് കാര്യമില്ല, റബ്ബ് എഴുതിയിട്ടുണ്ട്, എഴുതിയ പോലെ നടക്കും. നീ എഴുതിപ്പിച്ചതായിരിക്കും എന്നെ കിട്ടാൻ. വയറില് 4 മാസം ഉള്ളപ്പോഴൊക്കെ ഇതൊക്കെ എഴുതി വെക്കും എന്നൊക്കെ പറയുന്നത് കേൾക്കാം. എന്തായാലും വിട്ടു ഞാന്. കുറച്ചുകൂടി തിന്നണോ? വേണ്ട, എന്തായാലും നമ്മുടെ ഫുഡ് അടി സെറ്റായില്ലേ, അടിപൊളിയല്ലേ, അടിപൊളി ഫുഡ് മതി. എന്താ ഇത് കാപ്പിന്നൊന്നും പറയാൻ പറ്റില്ല, അധികം പൊടിയില്ല മധുരവും ഇല്ല. ടേസ്റ്റ് ഉണ്ട്, ഇതാ നല്ലത്. ഓ, എന്തായാലും ഞങ്ങളുടെ ഫുഡ് സെറ്റ് ആയിട്ടോ അല്ലേ, അടിപൊളിയല്ലേ? അടിപൊളി. എഴുന്നേറ്റല്ലോ. ഇല്ല, എന്തായാലും ഫുഡ് അടിപൊളിയാടി. ഞാൻ കഴിയണോ? കഴിത്തരടി വേണ്ടേ, കഴിഞ്ഞു. ആ ചായ പാത്രം കൂടെ ഉണ്ട്. ഇക്കാത് ഇങ്ങോട്ട് വെക്കട്ടെ. നിങ്ങളെവിടെ എടുത്തു വെക്കല്ലേ? ഇതൊക്കെ എടുത്തു വെക്കല്ലേ? അത് ഏതിലാ? ഇതിലിട്ടോ, ഇത് അരിക്കണ്ട. കറി നമ്മൾ അടുപ്പ് എന്തായാലും നമുക്ക് മാറ്റണടി, പാടാ. ചെറിയൊരു തണുപ്പുണ്ടല്ലേ? തണുപ്പുണ്ട്. ഇതിൻ്റെ അടുത്തിരുന്നാലോ? പാച്ചുവിന്റെ ടേബിള് വീട്ടിൽ തരയുണ്ടാവും. പാച്ചുവിന്റെ ടേബിളൊക്കെ എടുത്തിട്ടാണ് ഞങ്ങള് വന്നിരിക്കുന്നത് കേട്ടോ. കുഴപ്പമില്ല, ഇതുപോലത്തെ ഒരെണ്ണം മേടിക്കാൻ കിട്ടും ഈ ക്യാമ്പിങ്ങിന് പോണ. എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നല്ലോ ഒരെണ്ണം, അത് നമ്മളെ കാസർഗോഡത്തെ നിത്യാസിന്റെ അടുത്തുണ്ട്. സാറില്ല, അത് ഉപയോഗിക്കട്ടെ. എനിക്ക് തറയിൽ ഇറങ്ങിയിരിക്കാൻ പാടായതുകൊണ്ട് കേട്ടോ, അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കുള്ളൂ. ഞാൻ സ്റ്റൂളിൽ അങ്ങനെ ഇരിക്കുന്ന ആളല്ല. പക്ഷെ എനിക്ക് തറയിലിരിക്കുമ്പോൾ ഒരു ഭയങ്കര ഇടങ്ങേറ്, ഭയങ്കര എന്തോ ഉള്ളിലൊരു കുത്തുന്ന പോലെ, ആ സാധനം വെച്ച സാധനം അല്ല, ഈ ഒരു സൈഡ് എനിക്ക് ഭയങ്കര ഒരു ഫീൽ ചെയ്യുന്നുണ്ട്. ശരിയാവുന്ന വിചാരിക്കുന്നല്ലേ. ഇനിയിപ്പോൾ നോമ്പൊക്കെയാണ് വരുന്നത്, അതിനു മുമ്പ് കുറച്ച് വീഡിയോസ് എടുക്കണം എന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ് അല്ലേ. പിന്നെ അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതൊക്കെയാണ്. നാളെ രാവിലെ വെളുപ്പിന് തന്നെ ഹോസ്പിറ്റലിൽ പോകണം. പോയിട്ട് ഇത് ചിലപ്പോൾ എക്സ്റേ എടുത്ത് നോക്കും, ഇതിനകത്ത് വെച്ച സാധനം എന്തായി എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ എക്സ്റേ എടുത്ത് നോക്കൂല്ലേ, അല്ലെങ്കിൽ സ്കാൻ ചെയ്യുമോ? എക്സ്റേ ആയിരിക്കും. അപ്പോൾ അതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷം അല്ലേ.
കുറച്ചുകൂടി വിറകുണ്ടായിരുന്നു നന്നായിരുന്നു അല്ലേ? ഈ ലൈറ്റ് എടുത്തിരുന്നേ, അല്ലെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ആവും. നമ്മൾ ഓട്ടോയ്ക്കകത്തൊരു ലൈറ്റൊക്കെ വെച്ചാണ്ടോ, അത് ഓഫാക്കി എടുത്താൽ അല്ലെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ആവില്ല. ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ ഈ കായലിൻ്റെ ഈ വെള്ളത്തിൻ്റെ സൈഡ് ആയതുകൊണ്ടേ ഒന്നുകൂടി ഇത് എനിക്ക് ഊതാൻ വയ്യ. എന്നു പറഞ്ഞോ, എല്ലാരും വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം. ആരോടാ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ ആക്കിയാലോ? അല്ല, ഞാൻ അവിടെ പറഞ്ഞു കഴിഞ്ഞിട്ട് മുഖത്തൊക്കെ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് കന മുഖത്തൊക്കെ അന്നൊക്കെ പറയും. അപ്പൊ എല്ലാരും വീഡിയോ ഇങ്ങനെ പറയടി പൊട്ടത്തി. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. പിന്നെ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. അങ്ങനെ അല്ലടി പറയാ, എന്തൊക്കെ മറന്നുപോയോ? അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണ് പറയാ. പിന്നെ കുറച്ച് ദിവസമായില്ലേ വന്നിട്ട്, അതിൻ്റെതായ ഒരു തപ്പിപ്പിടുത്തൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് എന്തായാലും റെഡിയാക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം. പിന്നെ ഇവിടെ നല്ല രീതിയിൽ മീനൊക്കെ പിടിച്ച് ക്യാമ്പ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിലൊന്നും പറ്റൂല. എന്തായാലും ചെയ്യണം, നല്ല നല്ല വീഡിയോസൊക്കെ ചെയ്യണം, നല്ല നല്ല വിഷ്വൽസൊക്കെ നിങ്ങളെ കാണിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ഒരു യൂട്യൂബറായിട്ട് തന്നെ മുന്നോട്ട് പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം കേട്ടോ. എന്താ വെച്ചാൽ ഞാൻ ഇത്രയൊക്കെ ആക്കിയിരുത്തില്ലേ, ഇനി അത് യൂട്യൂബറായിട്ട് തന്നെ പോവാമെന്ന് വിചാരിക്കുന്നു. ഇനി കുറച്ചവൻ്റെ സഹായം ഉണ്ടെങ്കിൽ അങ്ങനെ പോകും അല്ലേ? ഇൻഷാ അല്ലാഹ് സെറ്റാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളെ സപ്പോർട്ട് വേണം. കൂടെ ഞാനുണ്ടാവും. ആരെ കൂടെ ഞാനുണ്ടാവും. എന്താ കൂടെ അവളെ ഉണ്ടാവും. അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല. അതുകൊണ്ട് പിന്നെ ദൂരോട്ടൊന്നും ഇനി പോകാനും പറ്റൂല്ലോ. ദൂരക്ക് പോണോ? നീ വരുവോ? ഓക്കെ അല്ലേ? സെറ്റ്. ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷം. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അല്ലേ? അതെ. അപ്പൊ നോക്കേ, എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അത് ഞാൻ ഒരു വട്ടം പറഞ്ഞു. ലൈക്ക് ചെയ്യാ, കമന്റ് ചെയ്യാ. അത് ഞാൻ ഒരു വട്ടം പറഞ്ഞല്ലേ? ഞാനും കൂടി പറഞ്ഞോട്ടെ. ഇനി പറയില്ല. എന്താ ഒരു പൊട്ടില് ലൈറ്റ് ഓഫ് ആയതാ? അല്ല, ചിലപ്പോ മീൻകറി വെച്ച പാത്രം എന്തോ ഒരു പൊട്ടല് കട്ടലപ്പ അതിൻ്റെ ഉള്ളിൽ നിന്ന്. കുഴപ്പമില്ലല്ലോ. നമുക്ക് അതിൻ്റെ ഉള്ളിൽ ടെന്റിന്റെ ഉള്ളിൽ കയറിയാലോ? ഇതൊക്കെ നല്ലടി, നല്ല മഞ്ഞുണ്ട് കേട്ടോ. ഇതിനുള്ളിൽ കയറുമ്പോൾ വലിയ കുഴപ്പമില്ല, പുറത്ത് നല്ല മഞ്ഞാട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം. പിന്നെ ഇനിയിപ്പോൾ വേറെ ഒന്നും പറയാമല്ലോ. അപ്പോൾ നോക്കെ ഗുഡ് നൈറ്റ് പറയും. ശരി, എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അപ്പോൾ എന്നാൽ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. ഓക്കെ, ടാറ്റാ. ടാറ്റ പറയും.